ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോറിൻ കോർപ്പറേഷനിൽ USA, അതായത് അമേരിക്കയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ USA, അമേരിക്കയിലെ സഹകരണ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അമേരിക്കയിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു സവിശേഷതയുണ്ട്. നമ്മൾ ഓരോ രാജ്യങ്ങൾ പഠിച്ച് വരുമ്പോൾ അമേരിക്കയ്ക്ക് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു എസെൻഷ്യൽ ഫീച്ചർ ഉണ്ട് ഇവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അമേരിക്ക എന്ന് പറയുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ആശയത്തിൽ നിന്ന് ഒരുപാട് അന്തരമുള്ള കോർപ്പറേഷന് മനസ്സിലായ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള സ്ഥാനം നൽകിയ രാജ്യമാണ് അമേരിക്ക. ഓൾദോ അമേരിക്ക ഈസ് എ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആയിരുന്നാൽ പോലും ബട്ട് കോപ്പറേറ്റീവ്സ് ആസ് എ റൈറ്റ്ഫുൾ പ്ലേസ് ഹിയർ. എന്താണ് ഇവിടെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള സ്ഥാനം നൽകിയ അല്ലെങ്കിൽ ഇരിപ്പിടം നൽകിയ ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ നമുക്കറിയാമല്ലോ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇൻ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഓൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ ഓൺഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അതേപോലെ ആർക്കത് വിൽക്കണം തുടങ്ങിയ കേന്ദ്രീകൃത പ്രശ്നങ്ങൾക്കെല്ലാം, സെൻട്രൽ പ്രോബ്ലംസിനെല്ലാം പരിഹാരം കാണുന്നത് അവിടുത്തെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അത്തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു സംവിധാനമായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വില സംവിധാനമായിരിക്കും ഈ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലെ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഈ പ്രൈസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. ഏത് ടൈപ്പ് സമ്പദ് വ്യവസ്ഥയിലാണ് പ്രൈസ് മെക്കാനിസം ഉള്ളതെന്ന്, സോഷ്യലിസത്തിലാണോ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിലാണോ? ഇനി നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ക്യാപിറ്റലിസത്തിൻ്റെ എസെൻഷ്യൽ ഫീച്ചറാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്, ഈ പ്രൈസ് മെക്കാനിസം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ എന്താണ് ഇത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി വരുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് മാർക്കറ്റിൽ അനുഭവപ്പെടുന്ന രണ്ട് ഫോഴ്സുകൾ, അതായത് രണ്ട് മാർക്കറ്റ് ഫോഴ്സുകൾ ചേർന്നിട്ടാണെങ്കിൽ അവിടെ മറ്റാരുമില്ല. ആ രണ്ട് മാർക്കറ്റ് ഫോഴ്സുകൾ ഇറക്കിയെന്ന് വെച്ചാൽ ഡിമാൻഡും സപ്ലൈയും ആണ്, ചോദനവും പ്രധാനവും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ചോദനവും പ്രധാനവും ചേർന്നിട്ട്, ഡിമാൻഡും സപ്ലൈയും ചേർന്നിട്ടാണ് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും സപ്ലൈയും ചേർന്നിട്ടാണ് ഒരു പ്രോഡക്റ്റിൻ്റെ വില ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഫിക്സ് ചെയ്യുന്ന പ്രൈസിനെ മറ്റാരും നിയന്ത്രിക്കാനില്ല എങ്കിൽ അത്തരത്തിലുള്ള മെക്കാനിസമാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞേ? ഇത് നമുക്ക് ക്യാപിറ്റലിസത്തിലാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഞാൻ പറയട്ടെ എന്താണെന്ന്, ഈ പറഞ്ഞ ഡിമാൻഡിനെയും സപ്ലൈയും നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ആർട്ടിഫിഷ്യലി റേസ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സപ്ലൈ എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഈ പറഞ്ഞ സപ്ലൈയോ ഡിമാൻഡോ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് പ്രൈസ് എത്ര വേണമെങ്കിലും ഹൈ ആക്കാം, എത്ര വേണമെങ്കിലും ലോവർ ആക്കാം. ഇങ്ങനെ ലോവർ ആക്കിയാലും ഹൈ ആക്കിയാലും അവിടെ യാതൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സിനും ഈ പറഞ്ഞ ഒരു പ്രൈസിൽ ഈ ഡിമാൻഡും സപ്ലൈയും ചേർന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൈസിനെ ഇൻ്ററപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പറഞ്ഞാൽ മനസ്സിലായോ? സോഷ്യലിസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രൈസ് ഡിമാൻഡും സപ്ലൈയും ചേർന്ന് ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ഒരു പീക്കിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഗവൺമെൻറ് ഇൻ്റർഫറൻസ് ഉണ്ടാവും. കാരണം സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അവിടെ ഗവൺമെൻറ്റിനാണ് പ്രാധാന്യം, അല്ലാതെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനല്ല. അപ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എക്സ്ക്ലൂസീവായിട്ട് ഡിമാൻഡും സപ്ലൈയും ചേർന്നിട്ടാണ് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് പറയാൻ സാധിക്കത്തില്ല ഇവിടെ സോഷ്യലിസത്തിൽ. അപ്പോൾ അവിടെ പ്രൈസ് മെക്കാനിസം ഇല്ല. പിന്നെ എവിടെയാണ്? നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലാണ് പ്രൈസ് മെക്കാനിസം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രൈസ് മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിൽ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ വില ആ പ്രോഡക്റ്റിന് അനുഭവപ്പെടുന്ന ഡിമാൻഡും സപ്ലൈയും ചേർന്നിട്ടാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ, അതേപോലെ ഡിമാൻഡും സപ്ലൈയും ചേർന്ന് ഫിക്സ് ചെയ്യുന്ന പ്രൈസിനെ മറ്റാരും നിയന്ത്രിക്കാനില്ല എങ്കിൽ, ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ നമുക്ക് പറയാം എന്താണ്, അവിടുത്തെ മാർക്കറ്റിൽ വിൽക്കാനുള്ള പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ആരൊക്കെ മാത്രമാണ്, ഈ പറഞ്ഞ ഡിമാൻഡും സപ്ലൈയും മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാൻ സാധിക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? പിന്നെ നമ്മൾ പ്രധാനമായിട്ടും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആയിരിക്കും ഇതിനെ ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നയിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, സെൽഫ് ഇൻട്രസ്റ്റ്, അതേപോലെ മണി റൂൾ മാൻ.
മണി റൂൾ മാൻ. ഏത് എക്കോണമിയിലാണ് കാണാൻ സാധിക്കുന്നത്? ഈ പണമാണ് മനുഷ്യനെ നയിക്കുന്നത്. എവിടെയാണ്? ക്യാപിറ്റലിസത്തിലാണ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ക്യാപിറ്റലിനായിരിക്കും പ്രാധാന്യം. ക്ലിയർ ആണോ? ക്യാപിറ്റലിനായിരിക്കും പ്രാധാന്യം റാദർ ദാൻ പേഴ്സൺ അല്ല, അല്ലെങ്കിൽ മെമ്പേഴ്സിനല്ല പ്രാധാന്യം, ക്യാപിറ്റലിനാണ് പ്രാധാന്യം കൊടുക്കുന്ന ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ക്ലിയർ ആണോ പറഞ്ഞത്? ഇതിൽ നിന്നെല്ലാം വളരെ അധികം അകന്നു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. ഒരു കോമൺ ആയിട്ടുള്ള ഫീച്ചർ മാത്രമേ ഇവിടെ കാണാൻ സാധിക്കൂ. ക്യാപിറ്റലിസത്തിലും കോർപ്പറേഷനിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാം. അതൊഴികെ ബാക്കി എല്ലാ തരത്തിലുള്ള ഫീച്ചറും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ക്യാപിറ്റലിസത്തിലും അതേപോലെ കോർപ്പറേഷനിലും. അപ്പോൾ നമ്മൾ പറയാം എന്താണ്, അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആയിരുന്നാൽ പോലും ഇതിൽ നിന്ന്, ഈ ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് വളരെയധികം മാറി നിൽക്കുന്ന കോർപ്പറേഷന് വ്യക്തമായിട്ടുള്ള ഒരു സ്ഥാനം നൽകിയ രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുക കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ USA. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ USA ഇനിഷ്യേറ്റഡ് ഇൻ ദ മിഡ് ഓഫ് 19th century. 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയാണ് അമേരിക്കയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കപ്പെടുന്നത്. ലൈക്ക് ഫ്രാൻസ്, സ്വീഡൻ, നമ്മൾ നേരത്തെ പഠിച്ച ഫ്രാൻസിലും സ്വീഡനിലും എല്ലാം ഇത്തരത്തിൽ 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയായിരുന്നു സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത്. അതേ സവിശേഷത തന്നെയാണ് നമുക്ക് അമേരിക്കയിലും കാണാൻ സാധിക്കുന്നത്. 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ ലീഗലായിട്ടും ഫോർമലായിട്ടും അമേരിക്കയിൽ രൂപം കൊണ്ടു തുടങ്ങിയത്. നിയമപരമായും ഔദ്യോഗികപരമായും സഹകരണ പ്രസ്ഥാനങ്ങൾ അമേരിക്കയിൽ തുടങ്ങിയത് 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയാണ്. ക്ലിയർ ആണോ? ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് USA ഫ്ലറിഷ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ. തുടക്കത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ ശോഭിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയം കൊയ്തത് അമേരിക്കയിൽ കൃഷിയിലായിരുന്നു. ക്ലിയർ ആണോ? തുടക്കത്തിൽ അമേരിക്കയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചതും ഏറ്റവും കൂടുതൽ വിജയം കണ്ടതും എവിടെയാണ്? കാർഷിക വൃത്തിയിലായിരുന്നു, അല്ലെങ്കിൽ കൃഷിയിലായിരുന്നു. ക്ലിയർ ആണോ? ദെൻ എന്താണ്, പിന്നീട് എപ്പോഴോ ഈ ഒരു സാഹചര്യം മാറി, അമേരിക്കയിൽ ഈ ഒരു സാഹചര്യം മാറി. എന്താണ്, അഗ്രികൾച്ചറിൽ നേരെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിലേക്ക് തിരിഞ്ഞു. ദെൻ ദ സിറ്റുവേഷൻ ടേൺഡ് ഇൻറ്റു ഫോർമേഷൻ ഓഫ് അഗ്രികൾച്ചറൽ സൊസൈറ്റീസ് ടു എന്താണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മാർക്കറ്റിംഗ് സൊസൈറ്റിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു പിന്നീട്. അപ്പോൾ നമുക്ക് പറയാം, നിലവിൽ നമ്മൾ പഠിക്കുമ്പോൾ അമേരിക്ക ഈസ് ഫേമസ് ഫോർ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് അല്ല, പിന്നെയോ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്. തുടക്കത്തിൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് ആയിരുന്നു, പിന്നീട് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സിൽ നിന്ന് മാറി മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിലേക്ക് അമേരിക്ക പരിവർത്തനം ചെയ്യപ്പെടുകയും നിലവിൽ നമുക്ക് പഠിക്കാം മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാജ്യം. എവിടെ? ഏത് രാജ്യം? അമേരിക്കയിൽ. അതേപോലെ USA ഈസ് കൺസിഡർഡ് ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ബർത്ത് പ്ലേസ് കൂടിയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. ഇത്രയും കാര്യങ്ങൾ അമേരിക്കയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ USA. നോക്കാം. അമേരിക്ക ഈസ് കൺസിഡർഡ് ആസ്, അല്ലെങ്കിൽ USA ഈസ് കൺസിഡർഡ് ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ സഹകരണ വിപണന സംഘങ്ങളുടെ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് USA. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, തുടക്കത്തിൽ ഇനിഷ്യൽ പീരീഡിൽ അഗ്രികൾച്ചറിലാണ് തുടക്കം കുറിച്ചതെങ്കിലും പിന്നീട് എപ്പോഴോ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പോൾ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സിനേക്കാളും കൂടുതൽ വിജയം ആരിലുണ്ടായി? ഈ പറഞ്ഞ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൽ അമേരിക്ക കൈവരിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം എന്താണ്, അമേരിക്ക ഈസ് ഫേമസ് ഫോർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ ദ വേൾഡ്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഇനി അടുത്ത് എന്താ പറയുന്നത്? കോപ്പറേഷൻ ഒറിജിനേറ്റഡ് ഇൻ USA ആസ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. അമേരിക്കയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സിലായിരുന്നു. ക്ലിയർ ആണോ പറഞ്ഞേ? കാർഷിക സഹകരണ പ്രസ്ഥാനങ്ങൾക്കാണ് അമേരിക്ക ആദ്യം സാക്ഷ്യം വഹിച്ചത്. പിന്നീട് എപ്പോഴോ ആണ്
ഇത് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് എങ്ങോട്ടേക്ക് തിരിഞ്ഞത്? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ കോപ്പറേഷൻ ഒറിജിനേറ്റഡ് ഇൻ USA ആസ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്തത് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സിലായിരുന്നു എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. പിന്നീടാണ് ഈ പറഞ്ഞ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ഫോർമേഷനിലേക്ക് അമേരിക്ക പോയത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇൻ USA കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ക്വയറ്റ് ഏൻഷ്യൻറ്റ്. അതായത് അമേരിക്കയിൽ സഹകരണ ചരിത്രം പരിശോധിച്ചാൽ അത് വളരെയധികം പഴക്കം ചെന്നതാണ്. ലൈക്ക് ഫ്രാൻസ്, അതേപോലെ നമ്മൾ നേരത്തെ പഠിച്ച സ്വീഡനെയൊക്കെ പോലെ തന്നെ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ കുറേയധികം പഴക്കം ചെന്ന ഒരു മൂവ്മെൻറ്റാണ് അമേരിക്കയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ദ ഫസ്റ്റ് സെറ്റിലേഴ്സ് ഇൻ ദ കൺട്രി. രാജ്യത്തെ ആദ്യത്തെ കുടിയേറ്റക്കാരുടെ ഇടയിലാണ് ഈ സഹകരണ പ്രസ്ഥാനങ്ങളുടെ നാമ്പ് മുളച്ചു വന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ഒക്കെ ആണെങ്കിൽ മോട്ടിവേറ്റഡ് പീപ്പിളാണ്, സ്വീഡനിലാണെങ്കിൽ പബ്ലിക് സെക്ടർ ആണ് ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ നമ്മൾ അമേരിക്കയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ സെറ്റിലേഴ്സ്. കുടിയേറ്റക്കാരാണ് അമേരിക്കയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്, അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇൻ USA കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഫസ്റ്റ് സെറ്റിലേഴ്സ് ഇൻ ദ കൺട്രി. ദ സെറ്റിലേഴ്സ് മേ ഫേസ് മെനി ഡിഫിക്കൽട്ടീസ് ഫോർ ദ പർപ്പസ് ഓഫ് അഗ്രികൾച്ചർ സച്ച് ആസ് ക്ലിയറിംഗ് ഓഫ് ലാൻഡ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ്, ഡാംസ് ആൻഡ് ഡ്രെയിനേജ് എക്സെട്ര. അതായത് ഈ കൃഷി ആവശ്യം നമുക്കറിയാമല്ലോ, തുടക്കത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ അമേരിക്കയിൽ വളർന്നു വന്നത് കൃഷിയിലായിരുന്നു. അപ്പോൾ ഈ സെറ്റിലേഴ്സാണിത് തുടങ്ങിയെന്ന് പറഞ്ഞു, കുടിയേറ്റക്കാരാണ് ഇതിന് തുടക്കം കുറിച്ചതെന്ന് പറഞ്ഞു, സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഇവർക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ നേരിടേണ്ടതായിട്ട് വന്നു കൃഷിയുടെ ആവശ്യത്തിലേക്കായിട്ട്. അതിനകത്ത് വന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഈ കാടൊക്കെ വെട്ടിത്തെളിക്കണം, ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ്, പിന്നെ ഈ പറഞ്ഞ ബ്രിഡ്ജിൻ്റെയും ഡാമിൻ്റെയും അതേപോലെ ഡ്രെയിനേജിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ. ക്ലിയർ ആണോ? ഇത്തരത്തിലുള്ള ജോലികളൊക്കെ അവരുടെ മുമ്പിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് നിന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ടേക്കിംഗ് അപ്പ് ഓഫ് സച്ച് ഓൾ ദീസ് ആക്ടിവിറ്റീസ്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഏറ്റെടുത്ത് നടത്തുന്നതിന് ദേ ഹാവിൻറ്റ് ഇനഫ് മണി, അവരുടെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നില്ല. മറ്റാരെങ്കിലും കൊണ്ട് ഈ ജോലികൾ ചെയ്യിപ്പിക്കാൻ ആവശ്യത്തിനുള്ള പണം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ the families jointly undertake the work and helping one another. അങ്ങനെ ഈ കൃഷിക്കാരായിട്ടുള്ള ഓരോ ഫാമിലിയും ഈ പറയുന്ന വർക്കുകൾ സ്വന്തമായിട്ട് കൂട്ടായിട്ട് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അപ്പോൾ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പണം അവരുടെ ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഒരുമിച്ച് ചേർന്നുകൊണ്ട് കൂട്ടമായിട്ട് ഈ ജോലികൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. ദിസ് കൈൻഡ് ഓഫ് മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് വർക്ക് അറ്റ് ലാസ്റ്റ് റിസൾട്ടഡ് ഇൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ USA. ഇത്തരത്തിൽ ഈ വർക്കിൻ്റെ ഒരു എക്സ്ചേഞ്ചാണ്, പരസ്പരം ചേർന്നുള്ള ഈ ഒരു കൂട്ടായ്മയോടെയുള്ള ജോലി ചെയ്യലാണ് പിന്നീട് അമേരിക്കയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വഴിവെച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാം, ഇൻ USA കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഓർ ഇനിഷ്യേറ്റഡ് ബൈ സെറ്റിലേഴ്സ്. കുടിയേറ്റക്കാരാണ് അമേരിക്കയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ USA കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ബൈ സെറ്റിലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കുടിയേറ്റക്കാർ. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അടുത്തതായി പറയുന്നത് എന്താ നോക്കേ. USA ഈസ് ഫേമസ് ഫോർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. അമേരിക്ക ഫേമസ് ആയിട്ടുള്ളത് ഏത് ടൈപ്പ് കോപ്പറേറ്റീവ്സിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു സംശയവും വേണ്ട, എന്താണ്? കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിലാണ് അമേരിക്ക ഫേമസ് ആയിട്ടുള്ളത്. ഓർ ദ കൺട്രി ഈസ് നോൺ ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിൻ്റെ ബർത്ത് പ്ലേസ് ആണ് അമേരിക്ക എന്ന് പറയുന്നത്. അതേപോലെ ആൻഡ് ഈസ് ഓൾസോ ഫേമസ് ഫോർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫേമസുമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇനി അടുത്തതായി പറയുന്നു, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ USA ഹാസ് 3 tier സ്ട്രക്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞു അമേരിക്കയിൽ ഏറ്റവും ഫേമസ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ആണ്. ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് അമേരിക്കയിൽ പ്രവർത്തിക്കുന്നത് 3 tier സ്ട്രക്ചറിലാണ്, അല്ലെങ്കിൽ ഒരു ത്രിതല സംവിധാനത്തിലാണ്.
എന്ത് പ്രവർത്തിക്കുന്നത്, അമേരിക്കയിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് അതിന് 3 തലങ്ങളുണ്ട്, 3 തട്ടുകളായിട്ട് വേർതിരിച്ചാണ് ഈ പറഞ്ഞ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് അമേരിക്കയിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ബേസ് ലെവൽ എന്ന് പറയുന്നത്, ഏറ്റവും താഴത്തെ തട്ട് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് എലവേറ്റേഴ്സ് ആണ്. മനസ്സിലായോ? അപ്പോൾ താഴത്തെ തട്ടിൽ ആരാണുള്ളത്? കോപ്പറേറ്റീവ് എലവേറ്റേഴ്സ് ആണുള്ളത്. രണ്ടാമത്തെ തലമാണ് അല്ലെങ്കിൽ സെൻട്രൽ ലെവലിൽ ഉള്ള ആളാണ് ടെർമിനൽ അസോസിയേഷൻ. അപ്പോൾ ഏറ്റവും താഴെ കോപ്പറേറ്റീവ് എലവേറ്റേഴ്സ്, രണ്ടാമതായിട്ട് അതായത് നടുക്ക് ടെർമിനൽ അസോസിയേഷൻ, ഇനി ഏറ്റവും മുകളിൽ ടോപ്പിൽ വരുന്ന ആളാണ് ആരെന്ന് പറയുന്നത് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഗ്രെയിൻ കോപ്പറേറ്റീവ്. അമേരിക്കയിലെ മാർക്കറ്റിംഗ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഗ്രെയിൻ മാർക്കറ്റിംഗ് ആണ്. അതായത് ധാന്യങ്ങളുടെ വിപണനവുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കയിൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ അമേരിക്കയിലെ 3 ടയർ സ്ട്രക്ചറിൽ ഏറ്റവും ടോപ്പ് വരുന്ന ആളാണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഗ്രെയിൻ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇതാണ് അമേരിക്കയിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ 3 ടയർ സ്ട്രക്ചർ അല്ലെങ്കിൽ ത്രിതല സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു എന്താണ് ഒരു ത്രികോണത്തിൽ വരുത്തി, അപ്പോൾ ഇതൊരു ട്രയാങ്കിളിൽ വരയ്ക്കുകയാണെങ്കിൽ ക്ലിയർ ആണോ പറഞ്ഞേ? ഏറ്റവും മുകളിൽ ഈ പറഞ്ഞ നാഷണൽ ഫെഡറേഷൻ ആണ് വരുന്നത്, നടുക്ക് വരുന്നത് ടെർമിനൽ അസോസിയേഷൻ ആണ്, ഏറ്റവും താഴെ കോ ഓപ്പറേറ്റീവ് എലവേറ്റേഴ്സ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രെയിൻ കോപ്പറേറ്റീവ്സ് മാത്രമല്ല മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൽ അമേരിക്കയിൽ ഉള്ളത്. പിന്നെയും ആൾക്കാരുണ്ട്, വേറെ തരത്തിലുള്ള കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഓർഗനൈസേഷനുകൾ ഉണ്ട്. ഡയറി ഉണ്ട്, അതേപോലെ ലൈഫ് സ്റ്റോക്ക് ഉണ്ട്, കോട്ടൺ ആൻഡ് ഓയിൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഉണ്ട്, വൂൾ കോപ്പറേറ്റീവ്സ് ഉണ്ട്. ഇതൊക്കെ അമേരിക്കയിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിനകത്ത് വരുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രെയിൻ കോപ്പറേറ്റീവ്സ് ആണ്. അവരുടെ ത്രിതല സംവിധാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ 3 ടയർ സ്ട്രക്ചറിനകത്ത് വരുന്ന ഓരോ ഘടകങ്ങളാണ്, എലമെൻസുകളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ ഇത്? അപ്പോൾ നമുക്കിനി ഇവരെ നമുക്കൊന്നും കൂടെ വിശദമായിട്ട് പഠിക്കാം. ആദ്യം താഴെത്തട്ടിൽ അല്ലെങ്കിൽ ലോക്കൽ ലെവലുള്ളത് അല്ലെങ്കിൽ പ്രൈമറി തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് കോ ഓപ്പറേറ്റീവ് എലവേറ്റേഴ്സ്. ഗ്രെയിൻ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ബേസ് ലെവൽ ഓർഗനൈസേഷനാണ് കോപ്പറേറ്റീവ് എലവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇവരെ ലോക്കൽ എലവേറ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് നോക്കാം എന്താ പറയുന്നത്. Cooperative elevators or local elevators are the primary marketing societies in USA. അമേരിക്കയിലെ മാർക്കറ്റിംഗ് സൊസൈറ്റീസിൽ വരുന്ന പ്രൈമറി ലെവലാണ് ആരെന്ന് പറയാം, അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ് ഈ പറഞ്ഞ കോപ്പറേറ്റീവ് എലവേറ്റേഴ്സ് അല്ലെങ്കിൽ ഓർ ലോക്കൽ എലവേറ്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞേ? ഇനി എന്താ പറയുന്നത് നോക്കെ. ദിസ് എലവേറ്റേഴ്സ് ഇവരെന്താ ചെയ്യുന്നത്, എന്ത് പണിയിലാണ് ഇവർ ഏർപ്പെടുന്നതെന്ന് വെച്ചാൽ ഇവർ പ്രൊക്യൂർ ചെയ്യും, സംഭരിക്കും. ക്ലിയർ ആണോ? പ്രൊക്യൂർ ആൻഡ് സെൽ. എന്നിട്ട് സംഭരിച്ച എന്താണോ സംഭരിച്ചത് അതിനെ എന്ത് ചെയ്യും? സെല്ല് ചെയ്യും, വിൽക്കും. എന്താ? ഫുഡ് ഗ്രെയിൻസ്. ഫുഡ് ഗ്രെയിൻസിനെ പ്രൊക്യൂർ ചെയ്യുകയും അതിനെ സെല്ല് ചെയ്യുകയും ചെയ്യുന്ന പരിപാടിയാണ് ഈ പറഞ്ഞ ലോക്കൽ എലവേറ്റേഴ്സ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എലവേറ്റേഴ്സ് ചെയ്യുന്നത്. ആരിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്? കളക്റ്റഡ് ഫ്രം ദ മെമ്പേഴ്സ്. ഈ ലോക്കൽ എലവേറ്റേഴ്സ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എലവേറ്റേഴ്സിൽ മെമ്പറായിട്ടുള്ള ആര്? ഈ പറഞ്ഞ മെമ്പേഴ്സ്. ക്ലിയർ ആണോ? ഈ മെമ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങൾ അത് സംഭരിച്ച് വിൽപ്പന നടത്തുക എന്നുള്ളതാണ് ഈ പറഞ്ഞ കോപ്പറേറ്റീവ് എലവേറ്റേഴ്സിൻ്റെ പണി അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവരാണ് ഈ പറഞ്ഞ ഫാർമേഴ്സുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നത്. കോപ്പറേറ്റീവ് എലവേറ്റേഴ്സ് ആണ് ഫാർമേഴ്സുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നത്. കാരണം ഇവരാണ് പ്രൈമറി ലെവൽ. ഇവരിലാണ് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ഉള്ളത്. അപ്പോൾ കോപ്പറേറ്റീവ് എലവേറ്റേഴ്സിൻ്റെ മെമ്പേഴ്സ് ആരെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലാണ്, ഫാർമേഴ്സാണ്, ഗ്രെയിൻ ഗ്രോവേഴ്സാണ്, ധാന്യ കർഷകരാണ് ഇവരുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ധാന്യം കൃഷി ചെയ്യുന്ന ഈ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ധാന്യം സംഭരിച്ച് അവർക്ക് വേണ്ടി അത് വിൽക്കുന്ന പരിപാടിയാണ് ആര് നടത്തുന്നത്? ഈ കോപ്പറേറ്റീവ് എലവേറ്റേഴ്സ് നടത്തുന്നത്. കഴിഞ്ഞില്ല, ഇനി ഒരു കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താ? ഇഫ് ദ മാർക്കറ്റ് ഈസ് നോട്ട് ഫേവറബിൾ, മാർക്കറ്റ് ഫേവറബിൾ അല്ല എങ്കിൽ, കുറേ ധാന്യം കളക്ട് ചെയ്തു പക്ഷേ ധാന്യത്തിന് മതിയായിട്ടുള്ള വില കിട്ടുന്നില്ല. സോ ഈ മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അവരുടെ ചിലവ് കൂടുതലാണ്, പക്ഷെ ചിലവിനെക്കാട്ടിലും കുറവാണ് അവിടെ വരുമാനം.
ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഈ ധാന്യത്തിൻ്റെ പ്രൈസ് എന്തല്ല, ഫേവറബിൾ അല്ല. അങ്ങനെ അൺഫേവറബിൾ കണ്ടീഷൻ ആണ് എങ്കിൽ ഇവരിത് വിൽക്കത്തില്ല. ക്ലിയർ ആണോ പറഞ്ഞത്? ഇവരെന്ത് ചെയ്യും? ഇത് സ്റ്റോർ ചെയ്യും. ഫ്യൂച്ചറിൽ ഈ പ്രൈസ് ഫേവറബിൾ ആകുന്നത് വരെ ഇവരെന്ത് ചെയ്യും? ഈ കർഷകർക്ക് വേണ്ടി, അവരുടെ മെമ്പേഴ്സിന് വേണ്ടി ഈ ഗ്രെയിൻ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കുന്ന പരിപാടിയുണ്ട്. അതാ പറയുന്നത്, ഇഫ് ദ മാർക്കറ്റ് ഈസ് നോട്ട് ഫേവറബിൾ ഫോർ ദ ഫാർമേഴ്സിന് ഈ മാർക്കറ്റ് ഫേവറബിൾ അല്ല എങ്കിൽ ദ ഗ്രെയിൻസ് ആർ സ്റ്റോർഡ്. ഈ ഗ്രെയിൻ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യുകയും ഈ സ്റ്റോർ ചെയ്ത ധാന്യം പിന്നീട് ആൻഡ് സെൻഡ് ടു ദ ടെർമിനൽ അസോസിയേഷൻ. ആരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും? ടെർമിനൽ അസോസിയേഷന് സെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതും കൂടെ ആരുടെ ആക്ടിവിറ്റിക്കകത്ത് വരുന്നു? കോപ്പറേറ്റീവ് എലവേറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസിനകത്ത് വരുന്നു. മനസ്സിലായോ പറഞ്ഞേ? ഇനി എന്താ പറയുന്നത്? ദ ലോക്കൽ എലവേറ്റേഴ്സ് ആർ പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഗ്രെയിൻ ഗ്രോവേഴ്സ്. ഗ്രെയിൻ ഗ്രോവേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം? ഈ പറഞ്ഞ കോപ്പറേറ്റീവ് എലവേറ്റേഴ്സിൻ്റെ ധർമ്മം. കാരണം അവരുടെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഈ ഗ്രെയിൻ ഗ്രോവേഴ്സ് ആണ്. ഇവരാണ് പ്രൈമറി ലെവൽ ഗ്രെയിൻ കോപ്പറേറ്റീവ്സ്, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ബേസ് ലെവൽ ഓർഗനൈസേഷനാണ് കോപ്പറേറ്റീവ് എലവേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മെമ്പേഴ്സായിട്ടുള്ളത് ഇൻഡിവിജ്വൽ ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഫാർമേഴ്സാണ്, അല്ലെങ്കിൽ ഗ്രെയിൻ ഗ്രോവേഴ്സാണ്. ഈ ഗ്രെയിൻ ഗ്രോവേഴ്സിൻ്റെ മെമ്പർ ആയതുകൊണ്ട്, ഈ ഗ്രെയിൻ ഗ്രോവേഴ്സാണ് അവരുടെ മെമ്പർ ആയതുകൊണ്ട് അവരുടെ മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആര് ബാധ്യസ്ഥരാണ്? ഈ കോപ്പറേറ്റീവ് എലവേറ്റേഴ്സ് ബാധ്യസ്ഥരാണ്. അപ്പോൾ അവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഈ ഗ്രെയിൻ ഗ്രോവേഴ്സിൻ്റെ, അതായത് ഫാർമേഴ്സിൻ്റെ, അവരുടെ മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഈ ധാന്യം കളക്ട് ചെയ്ത് ഈ ഫാർമേഴ്സിന് വേണ്ടി അത് സെല്ല് ചെയ്യുന്നതും. അതേപോലെ പ്രൈസ് അൺഫേവറബിൾ ആണെങ്കിൽ അത് അപ്പോൾ വിൽക്കാതെ തൽക്കാലത്തേക്ക് സ്റ്റോർ ചെയ്യുകയും പിന്നീട് അവരുടെ മുകളിലുള്ള സെൻട്രൽ ലെവൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള ടെർമിനൽ അസോസിയേഷന് അവരിലേക്ക് അയക്കുന്നതും ഇതിനു വേണ്ടിയാണ്, ഇവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതാണ് കോപ്പറേറ്റീവ് എലവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലോക്കൽ എലവേറ്റേഴ്സ്. അപ്പോൾ അടുത്ത ഒരു ക്ലാസ് നമ്മൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ. താങ്ക് യു ഓൾ.